ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമാ. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹമാണ് നമുക്ക് അള്ളാഹുവിനെ കുറിച്ചും പരിശുദ്ധ ഖുർആൻ പഠിക്കാനും കേൾക്കാനും ഒക്കെ ഉള്ള അവസരം ഇങ്ങനെ അള്ളാഹു തന്നത്. അൽഹംദുലില്ലാ. റെക്കോർഡിംഗ് ഇവിടെ ഞാൻ വേറെ ഫോണിൽ ചെയ്യുന്നുണ്ട്, നസീറ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ, നമ്മൾ പരിശുദ്ധ റമദാൻ കഴിഞ്ഞു, ഷവ്വാല് പകുതി കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, ആരും റംസാനിൻ്റെ ആ ഒരു അവസ്ഥയിൽ നിന്നും വിട്ടുപോയിട്ടില്ലല്ലോ അല്ലേ. അള്ളാഹു മുറുകെ പിടിച്ചുകൊണ്ട് ശൈത്താനെ ആട്ടി അകറ്റിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചു നിന്നുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി, യഥാർത്ഥ മുഹ്സിനീങ്ങളായി, യഥാർത്ഥ മുസ്ലിമീങ്ങളായി, യഥാർത്ഥ മുഅ്മിനീങ്ങളായി ഈ ദുനിയാവിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ റമദാനിൽ നേടിയെടുത്ത തഖ്വ, ലഅല്ലക്കും തത്തഖൂൻ എന്ന് അള്ളാഹു തആല പറഞ്ഞ് നമ്മളെ ഒരു മാസത്തെ കോഴ്സിന് ചേർത്തി പരിശീലനം തന്ന് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പരിശീലനം നേടി രാത്രി നമസ്കാരവും ഖുർആൻ പാരായണവും ദാനധർമ്മങ്ങളും സുന്നത്ത് നമസ്കാരങ്ങളും ഫർദ് നമസ്കാരങ്ങളൊക്കെ അതിൻ്റെ സമയത്ത് വേഗം തന്നെ ഒക്കെ എടുത്ത് നിർവഹിച്ച് അങ്ങനെ മത്സരിച്ച് മുന്നേറിയവരായിരുന്നു എല്ലാവരും അല്ലേ. അൽഹംദുലില്ലാ, അതിൻ്റെ അത്ര തന്നെ പറ്റുന്നില്ലെങ്കിലും എത്രത്തോളം പറ്റും അത്രത്തോളം ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഇസ്തിഖാമത്ത് അല്ലെ, ഒരു സ്ഥിരത. പിശാചിനെ റമദാനിൽ അള്ളാഹു തആല ചങ്ങലയിൽ ബന്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ റമദാൻ കഴിഞ്ഞാൽ നമ്മൾ ബന്ധിപ്പിക്കണം എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മൾ റബ്ബ് പറഞ്ഞ കാര്യങ്ങളെ കറക്റ്റ് ഫോളോ അപ്പ് നമ്മൾ കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് ഒരു പരിധിവരെ ഈ പൈശാചികമായ എല്ലാ ഷെറുകളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കും. ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഖുർആൻ പാരായണം. നമ്മളെ വീടുകളിൽ എപ്പോഴും ഖുർആനിൻ്റെ പാരായണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഖുർആൻ പാരായണം ചെയ്യുന്നിടത്ത് ആരുണ്ടാവൂല, പിശാച് ഉണ്ടാവൂല. അയാൾക്കവിടെ നിൽക്കാൻ കഴിയൂല, അയാൾക്കിത് കേൾക്കാൻ കഴിയൂല. അള്ളാഹിൻ്റെ ദിക്ർ ഉണ്ടാവുക, അള്ളാഹിൻ്റെ ദിക്റുകൾ ഉള്ളിടത്ത് ഈ പിശാചിന് ഇരിക്കാൻ കഴിയൂല, അവന് ഓടി അകലും. അപ്പം അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാതെ നമ്മുടെ ദിവസങ്ങളുടെ തുടക്കം അല്ലെ, സുബഹിക്ക് മുമ്പേ നേരത്തെ തഹജ്ജുദിന് തന്നെ എഴുന്നേൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് നേരത്തെ എഴുന്നേറ്റ് നമ്മൾ റമദാനിൽ പരിശീലിച്ചതാണ് അത്താഴം കഴിക്കാൻ വേണ്ടി അല്ലേ. അപ്പം ആ സമയത്ത് നമ്മൾ എന്തായാലും ഉണരാൻ നമുക്ക് കഴിയും എന്ന് നമ്മളെ റബ്ബ് നമുക്ക് കാണിച്ചു തന്നതാ. അതിനി നമ്മൾ നിലനിർത്തി കൊണ്ടുപോകുക. നമ്മുടെ ദിവസം ഖുർആൻ പാരായണം കൊണ്ടും സുന്നത്ത് നമസ്കാരങ്ങൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും ദിക്റുകൾ കൊണ്ടും സജീവമാക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. റമദാനിൽ നമുക്ക് എത്രത്തോളം സൽക്കർമ്മങ്ങൾക്ക് പുണ്യത്തിന് എത്ര പ്രതിഫലം കിട്ടിയോ അതുപോലെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോയാൽ നമുക്ക് ആ കർമ്മങ്ങൾക്ക് നമ്മളെ നിയത്തും നമ്മളെ ആഗ്രഹവും അനുസരിച്ച് അല്ലാഹു തആല പ്രതിഫലം തരും അല്ലേ. നമ്മൾ എത്ര കൊതിക്കുന്നോ അത്രയും തരുന്ന പറയുന്നത്. ഓരോ കാര്യങ്ങൾക്കും നമ്മൾ മനസ്സിൽ എന്താണോ വിചാരിക്കുന്നത് അതുപോലെയാണ് റബ്ബ് തരാന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു എന്താ പറയുക, നമ്മുടെ ആ ഒരു നിയത്ത് നമ്മൾ ചെയ്ത്, ഇപ്പം സ്ത്രീകൾക്ക് പൊതുവേ സംഭവിക്കുന്ന ഒരു പ്രയാസം എന്തായിരിക്കും എന്നറിയോ. ഇപ്പം റമദാനിൽ നല്ല രീതിയിൽ കഴിഞ്ഞ് പിന്നെ ഷവ്വാലൊക്കെ ആകുമ്പോൾ ഷവ്വാൽ നോമ്പൊക്കെ എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കടം വീടാനുള്ള നോമ്പ് എടുക്കുന്നുണ്ടാവും. പക്ഷേ ഒരു പീരീഡ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ആകുന്നൊരു സാഹചര്യം പലപ്പോഴും കണ്ടുവരാറുണ്ട്. അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ നോമ്പിൽ റമദാനിൽ പീരീഡ്സ് ആകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമം, ഭയങ്കര സങ്കടം. ടീച്ചറെ എന്താ ചെയ്യാന്ന് വെച്ചിട്ട് എത്ര ആൾക്കാർ മെസ്സേജ് അയച്ചെന്നറിയോ. ആ ഒരു സങ്കടവും വേവലാതിയും അവലാതിയും ഒക്കെ നമുക്ക് അല്ലാത്ത സമയത്ത് ഉണ്ടാകണം. നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ റബ്ബേ, ഇത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ. നല്ല സമയത്ത് ഈ സമയത്തുള്ളപ്പോൾ എന്തായാലും കുറയുമല്ലോ നിസ്കാരം, അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് എന്തായാലും നടക്കൂല. അപ്പോൾ അതിനനുസരിച്ച് അതിന് ശേഷവും മുമ്പും ഉള്ള സുന്നത്ത് നിസ്കാരം ഉണ്ടാവില്ല, ഖുർആൻ പാരായണം ഉണ്ടാവില്ല, ദിക്റുകൾ അല്ലെ, അതെല്ലാം മുടങ്ങുമല്ലോ. അപ്പോൾ അങ്ങനെ മുടങ്ങുമ്പോൾ നമ്മളൊരു ജാഹിലിനെ പോലെ, ഒരു എന്താ പറയുക, ഒരു മുസ്ലിം അല്ലാത്ത ഒരാളെ പോലെ ജീവിക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റമദാനിൽ ഓരോ സെക്കൻഡുകളും നമ്മൾ എത്രത്തോളം വിലപ്പെട്ടതായി കണ്ട് ഉപയോഗപ്പെടുത്തിയോ അതുപോലെ തന്നെ നമ്മൾ തുടർന്നുള്ള മാസങ്ങളിലും കണ്ട് കർമ്മങ്ങൾ ചെയ്യുക. പീരീഡ്സ് എന്ന് വിചാരിച്ചിട്ട് ദിക്ർ ചെയ്യുന്നതിനോ ഖുർആനോ നമുക്ക് അറിയുന്നതൊക്കെ ഓതാ,
പിന്നെ പഠിക്കുന്നവരാണെങ്കിൽ മുസ്ഹഫ് ഡയറക്റ്റ് കൈകൊണ്ട് തൊടാൻ പാടില്ല എന്നേ ഉള്ളൂ, ഡിവൈസൊക്കെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഗ്ലൗസോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് എടുത്ത് പഠിക്കാനോ ഓതാനൊക്കെ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പം അതിന് അതിൻ്റെതായ പവിത്രതയും മാന്യതയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. നമുക്കൊന്നും വേണ്ട. ഇപ്പം സൂറത്തുൽ ഇഖ്ലാസ് നമുക്കറിയാലേ, ഭയങ്കര പ്രതിഫലമുള്ള കാര്യമല്ലേ. ഇന്നലെ രാത്രി എപ്പോഴും മോൾക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ എല്ലാ സൂറത്തും ഓതിക്കൊടുത്ത് ആയത്തുൽ കുർസിയിൽ ഓതിക്കൊടുത്താലേ ഓൾക്ക് ഉറങ്ങും. ഞാൻ തന്നെ ഓതിക്കൊടുക്കണമെന്ന് ചില സമയം വാശി പിടിക്കും. ചിലപ്പോൾ ഇക്കാക്കന്മാർ ഓതിക്കൊടുത്താലും മതിയായി. അപ്പോൾ ഇന്നലെ ഇങ്ങനെ കിടക്കുമ്പോൾ എല്ലാം ഓതിക്കൊടുത്തിട്ട് ഓൾക്ക് ഉറക്കം വരുന്നില്ല. എന്നിട്ടാണ് എനിക്ക് ഉറക്കം വരുന്നില്ല ഉമ്മ. ഞാൻ പറഞ്ഞു, മോളെ സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കോ. സൂറത്തുൽ ഇഖ്ലാസ് ഒരു തവണ ഓതിയാൽ 10 ജുസ് ഓതി പ്രതിഫലം, 3 പ്രാവശ്യം ഓതിയാൽ 30 ഖുർആൻ ഒരു ഖതമ ഓതി പൂർത്തിയാക്കിയ പ്രതിഫലം, പിന്നെ 10 പ്രാവശ്യം ഓതിയാൽ സ്വർഗത്തിലൊരു കൊട്ടാരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു ആവേശം വന്ന് എന്നോട് പറഞ്ഞു, 10 പ്രാവശ്യം ഓതിയാൽ ഒരു കൊട്ടാരം തരും അല്ലേ, അപ്പം ഒരു 40 ടൈംസ് 40 പ്രാവശ്യം ഓതിയാൽ എത്ര കിട്ടും? ഞാൻ പറഞ്ഞു, ആദ്യം മോൾ ഓത്, ഞാൻ പറഞ്ഞുതരാം. അവനോട് ഞാൻ എന്നാൽ 50 ഓതാം, ഇങ്ങനെ 50 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതി. എന്നിട്ട് നമ്മുടെ 50 ഓതി. ഞാൻ പറഞ്ഞു 5 കൊട്ടാരമായി. 5 കൊട്ടാരമായില്ലേ, എന്നാൽ പിന്നെ ഒരു 100 തികക്കാന്ന് പറഞ്ഞു. എന്നിട്ട് 100. ഞാൻ പറഞ്ഞു, മോൾ ഓതിക്കും. എനിക്ക് ഉറക്കം വരുന്നുണ്ടായിട്ടില്ല. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നൂറ് സദരീൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാന്ന് വെച്ചിട്ട് അതും കൊണ്ടിരുന്നു. അപ്പോൾ പിന്നെ മോള് ഓതി. എന്നോട് പറഞ്ഞു, 100ആയി. ഞാൻ പറഞ്ഞു, മാഷാ അല്ലാ, ഇനി ഉറങ്ങിക്കോ മോള്. ഞാൻ പറഞ്ഞു, 10 കൊട്ടാരമായി മോൾക്ക്, ഇനി ഒരു കൊട്ടാരം ഉമ്മാക്കും ഉപ്പാക്കും തരണേ. ചിരിക്കും അന്നേരം. മാഷാ അല്ലാ. എന്നിട്ട് രാവിലെ ഉറങ്ങി എണീച്ചപാട് എന്നോട് ചോദിക്കുന്നു, ഉമ്മ ഞാൻ ഓതിയത് ഉമ്മ ഉപ്പാനോട് പറഞ്ഞീനാ? ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു, മോളിങ്ങനെല്ലാം ഊതിയിട്ടെല്ലാം കിടന്നിനി, ഉപ്പാക്കും ഉമ്മാക്കും ഒരു കൊട്ടാരം തരണേന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഉപ്പാനോട് ആവേശത്തോടെ മോൾ ചോദിക്കുന്നു, പിന്നെ ഉപ്പ ഉമ്മ പറഞ്ഞിട്ടില്ലേ ഞാൻ ഓതിയത്? അന്നേരം ഉപ്പ പറഞ്ഞു, പിന്നെ എല്ലാവർക്കും ആർക്കെല്ലാം കൊടുക്കും നിന്റെ കൊട്ടാരം? അന്നേരം പറഞ്ഞ്, പിന്നെ എല്ലാവർക്കും ഓരോന്ന് കൊടുക്കും, ഞാൻ 2 എടുക്കും. മാഷാ. അന്നേരം ഓർ പറഞ്ഞു, ഉമ്മാനെ പോലെ തന്നെ ഉദാര മനസ്കതയാണ്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ, മാഷാ അല്ലാ, അള്ളാഹു നിലനിർത്തി തരട്ടെ, അല്ലാഹു അക്ബർ. അപ്പം ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ, നമ്മൾ മക്കളോടായാലും വലിയ ആൾക്കാരോട് നമ്മളോട് തന്നെ നമ്മൾ ഈ കാര്യം പറഞ്ഞു നോക്ക്. നമുക്ക് കുറേയൊന്നും അറിയില്ല. പീരിയഡ്സ് ആയാലും നമുക്ക് ജാഹിലിനെ പോലെ നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും സൂറത്തുൽ ഇഖ്ലാസ് ഒക്കെ എത്ര ഓതാ അല്ലേ, എത്ര ഓതുന്നതനുസരിച്ച് നമുക്ക് പ്രതിഫലമല്ലേ, സുബ്ഹാനല്ലാഹ്. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ റമദാൻ കഴിഞ്ഞ് ഇത്രയും ദിവസമായി തിരക്കുകൾ വന്ന്, കല്യാണം വന്ന്, വീട്ടിൽ കൂടൽ വന്ന്, വീട്ടിൽ കുറേ ഫങ്ഷൻസ് വന്ന്, ഗസ്റ്റ് വെക്കേഷൻ ആയതുകൊണ്ട് പലരുടെ വീടുകളിലും വിരുന്നുകാരുണ്ടാവും അല്ലേ, അതിഥികളുണ്ടാവും, മക്കളായിട്ടും മരുമക്കളായിട്ടും കുടുംബക്കാരായിട്ട് ഗൾഫിൽ നിന്ന് വന്നതും ഗൾഫിലേക്ക് പോയതും അങ്ങനെല്ലാം ആയിട്ട് നല്ല തിരക്കുള്ളൊരു സീസണാണ് ഈ പിന്നെ ഏപ്രിൽ മെയ് മാസം എന്ന് പറയുന്നത്. പലർക്കും നല്ല തിരക്കുള്ളൊരു സമയം. നമ്മൾ റമദാൻ കഴിഞ്ഞിട്ട് നല്ലോണം അശ്രദ്ധയിലാകാൻ നല്ല ചാൻസ് ഉള്ള സമയം. അപ്പോൾ അത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരിക്കലും ആ ഒരു ഗഫലത്തിലേക്ക് പോകാതെ നമ്മളെ ദിക്ർ നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. പ്രാർത്ഥന മസ്റ്റാണ്. ഇപ്പം നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ മാഷാ അല്ലാഹ് ഓരോരുത്തർക്ക് സ്വാധീനം ചെലുത്തിയ ആയത്തുകൾ പറഞ്ഞു. ശരിക്കും ഞാൻ ഇതിനേക്കാളും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കുറേ ആൾക്കാർ ഇന്ന് ക്ലാസ്സിൽ ഇല്ലാന്ന് തോന്നുന്നു. പറയുന്ന കുറേ ആൾക്കാർ ഇന്നില്ല. എല്ലാവരും വിഷുവായിട്ട് അവധിയൊക്കെ ആയിട്ട് വീട്ടിൽ ആൾക്കാരെല്ലാം ഉണ്ടാകുമ്പോൾ അതിൻ്റെതായ കുറച്ച് തിരക്കുകളിലെല്ലാം ചിലപ്പം അങ്ങനെ പെട്ടിട്ടുണ്ടാവും. എന്ത് തിരക്കുകളിലും അള്ളാഹു നമുക്ക് അല്ലേ, നമ്മൾ ഈ ഒരു സമയത്തിൽ ക്ലാസ് കയറാനും ജോയിൻ ചെയ്യാനും കേൾക്കാനും ഒക്കെ ഉള്ള തൗഫീഖ് അള്ളാഹു എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കട്ടെ. കാരണം നമ്മൾ എപ്പോഴും നമ്മൾ ഈമാൻ ഇങ്ങനെ കുറഞ്ഞും കൂടിയിരിക്കും എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ കുറയുന്ന ഒരവസ്ഥ ഇല്ലാതെ കൂടിക്കൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിക്കോട്ടെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. ഓരോ കാര്യങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ കാണുമ്പോൾ പഠിച്ചവനെ ഈ പറയുന്ന അല്ലേ. ഇപ്പോൾ നമ്മൾ ഖുറാനിലെ ഒരു ആയത്ത്, ഇപ്പോൾ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞ നൂറ് സദരീൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാനിരുന്നു. അപ്പോൾ ആയത്തുകൾ എക്സാം ലിങ്ക് ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് ഷാനിബ അയച്ച നോട്ടൊന്ന് വായിക്കും. അങ്ങനെ അതങ്ങനെ ഓരോന്ന് വായിക്കുമ്പോൾ ആയിഷാൻ്റെ ക്ലാസ് ഇങ്ങനെ ഓർമ്മ വരും. മാഷാ അല്ലാഹ്.
ആ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. അന്നേരം നമ്മൾ പ്രത്യേക ആവശ്യം പറയുന്നുണ്ടല്ലേ, എന്തൊരു ആയത്ത് നിങ്ങൾ കേട്ടാലും ഇത് അവരെക്കുറിച്ചാണ് ഇവരെക്കുറിച്ചാണെന്ന് നമ്മൾ ചിന്തിക്കേ വേണ്ട. ഇതിൽ എനിക്കെന്താണ് ഇതിലുള്ളത്, കേൾക്കാനുള്ളത്, തിരുത്താനുള്ളത്, മാറ്റം വരുത്താനുള്ളത്, നന്നാക്കാനുള്ളത് എന്ന് ചിന്തിക്കുക. പക്ഷെ നമ്മൾ മനുഷ്യന്മാരാണ്. പലപ്പോഴും നമ്മൾ ചിന്ത എന്ന് പറഞ്ഞാൽ എന്ത് കേട്ടാലും വേറെ ആൾക്കാരെ നമുക്ക് ഓർമ്മ വരാം അല്ലേ. ഇത് അവരെ തന്നെ പറയുന്നത്, ഇവരെ തന്നെ, ഇത് അവരെ പോലെ തന്നെ അല്ല, അവരെ കാര്യമാണ് ഇതിൽ പറയുന്നത് എന്നുള്ളൊരു ചിന്ത നമ്മളെ മനസ്സിലേക്ക് കടന്നു വരും. പക്ഷെ ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ, ഇത് നമ്മൾ പഠിക്കേണ്ടത്, നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരായത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്താ ദുആ ചെയ്യേണ്ടതെന്നറിയോ? റബ്ബേ, ഈ ഒരു ആയത്തിൽ എനിക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ എന്താ ഉള്ളത്, അതെനിക്ക് നീ കൊണ്ടുവരാനുള്ള തൗഫീഖ് താ. ഇപ്പം ഒരു മോശമായൊരു സ്വഭാവത്തെക്കുറിച്ചാണ് ഒരു ആയത്തിൽ പറയുന്നതെങ്കിൽ ആ ഒരു മോശമായ സ്വഭാവം അള്ളാഹു എന്നിൽ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായി ഒഴിവാക്കാൻ നീ എനിക്ക് തൗഫീഖ് താ. ചിലപ്പോൾ നമുക്ക് അറിയൂല അല്ലെ, നമ്മളെ സ്വഭാവം നമുക്ക് ശരിക്കും ചിലപ്പോൾ നമുക്ക് അറിയണ്ടാവില്ല. മറ്റുള്ളവർക്ക് നമ്മളെ സ്വഭാവത്തെക്കുറിച്ച് നല്ലപോലെ അറിയണ്ടാകാം. നമ്മളെ കൂടെയുള്ള ആളുകൾക്ക് നമ്മളെ സ്വഭാവം നല്ലതാണോ ചീത്തയാണോ നമുക്ക് വിലയിരുത്താൻ ചിലപ്പോൾ കഴിയൂല അല്ലേ. നമ്മൾ പരമാവധി നല്ലതാകാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവവും ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ എല്ലാവർക്കും ഗുണം ചെയ്യണം, എല്ലാവർക്കും ഗുണം വരണം, എല്ലാവർക്കും നല്ലത് വരണം എന്ന ആഗ്രഹത്തോടെ നമ്മൾ മുന്നോട്ട് പോകാം. അള്ളാഹു എല്ലാ നല്ല ഗുണങ്ങളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാ ചീത്ത സ്വഭാവങ്ങളെയും വിട്ട് അകറ്റി മാറ്റി നിർത്തിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഒരു പ്രാർത്ഥനയില്ല, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വആജിലിഹി. ശരിക്കും അതല്ലേ, ഒരു ദിവസം പോലും പ്രാർത്ഥിക്കാനും നമ്മൾ വിട്ടുപോകാൻ പാടില്ല. കാരണം അതെന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ച എല്ലാ ഖൈറും ചോദിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ ചോദിച്ച എല്ലാ ഷർറിൽ നിന്നും രക്ഷ ചോദിക്കുന്ന വളരെ മഹത്തായ നല്ലൊരു ദുആ ആണ് അല്ലേ. ഞാനത് എപ്പോഴും പ്രാർത്ഥിക്കലുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ മനസ്സ് തട്ടിച്ച് തന്നെ പ്രാർത്ഥിക്കുക. നിസ്കാരത്തിൽ പറ്റുമെങ്കിൽ സുജൂദിലൊക്കെ തന്നെ പ്രാർത്ഥിക്കുക. രാത്രി നമസ്കാരം തഹജ്ജുദിന്റെ സമയത്തൊക്കെ നിസ്കരിക്കുമ്പോൾ സുജൂദിൽ തന്നെ ഈ പ്രാർത്ഥന നമ്മളെ കാണാതെ പഠിച്ചു കൊണ്ടുവന്ന് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നല്ല റിസൾട്ട് നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും. നമ്മൾ കുറച്ച് മുമ്പ് പ്രാർത്ഥന പഠനം എന്ന് പറഞ്ഞിട്ട് ആഴ്ചയിൽ ഗൂഗിൾ മീറ്റിൽ ഒരു ദിവസം പ്രാർത്ഥനക്കായിട്ട് തന്നെ നമ്മൾ സമയം കണ്ടെത്തിയിട്ട് ഇരുത്തി കുറേ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ടായി. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഇതെല്ലാം. വലിയ പ്രാർത്ഥന ആയതുകൊണ്ട് ഞാൻ വിചാരിക്കും റബ്ബേ ഇതെങ്ങനെ പഠിക്കാം. അപ്പം ഞാനൊരു സൂത്രം കണ്ടെത്തിയതാണ്, എന്ത്, നിങ്ങളെ പഠിപ്പിക്കാം എന്നിട്ട് ഞാൻ പഠിക്കാം. അങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേ പ്രാർത്ഥനകൾ പഠിച്ചത്, കാണാതെ പഠിച്ചത്. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കി ദുആ ചെയ്യலாம், പഠിച്ചു ചെയ്യൂല. പക്ഷെ നിങ്ങളെ പഠിപ്പിച്ചപ്പോൾ ഞാൻ പഠിച്ചു, അൽഹംദുലില്ലാ. നിങ്ങളിലും കുറേ ആൾക്കാർ പഠിച്ചിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിനി. അപ്പം ഇൻഷാ അല്ലാഹ് അത് ഇനിയും തുടരണം എന്ന് വിചാരിക്കുന്നുണ്ട്. ചൊവ്വ ബുധൻ ഇങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം പ്രാർത്ഥനാ പഠനം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അത് ഈ ക്ലാസ് നടക്കുമ്പോൾ തന്നെ ഇരുന്ന് പഠിപ്പിക്കുക, പഠിച്ചു കഴിഞ്ഞിട്ട് എണീച്ച് പോകാം, ആ രീതിയിൽ ഇൻഷാ അല്ലാഹ്. അപ്പം ഈ പ്രാർത്ഥനകളൊക്കെ പഠിപ്പിച്ച് തന്നെ ഒന്നും കൂടി പഠിപ്പിക്കാം. കാരണം കുറേ പുതിയ ആൾക്കാരുണ്ട്, ചിലർക്കൊന്നും ഏതാന്ന് തന്നെ അറിയില്ല. അപ്പം നിങ്ങൾ ഓരോരുത്തരും എന്താ ചെയ്യുന്നത് വെച്ചാൽ കൃത്യമായിട്ട് ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും പരമാവധി ഇരുന്ന് കേൾക്കാനും പഠിക്കാനും പരിശ്രമിക്കാം. കാരണം എന്താ അറിയോ, നമ്മൾ ഈമാൻ എന്ന് പറയുന്നത് എന്തായാലും അത് ലോ ആകുന്നൊരു സാധനം അള്ളാഹ് റസൂൽ പറഞ്ഞ കാര്യമാണ് അല്ലേ. നമ്മളെ ഹൃദയം അള്ളാഹുവിന്റെ കയ്യിലാണ് അല്ലേ. അതുകൊണ്ട് നമ്മളോട് എന്ത് ദുആ ചെയ്യാൻ, അതിങ്ങനെ തിരിയും മറിയും ചെയ്യുമ്പോൾ അത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും പറയുന്നത് അല്ലേ. പല അവസ്ഥയിലേക്ക് പോകും. നമ്മളെ അവസ്ഥ തന്നെ ചിന്തിച്ചു നോക്കിയാൽ മതി. ഇപ്പൊ രാവിലെ ഉറങ്ങി എണീക്കുമ്പോഴുള്ള അവസ്ഥ ആയിരിക്കൂല ഒരു 10-11 മണിയാകുമ്പോൾ നമ്മളെ അവസ്ഥ അല്ലേ. ഉച്ചക്കുള്ള അവസ്ഥ ആയിരിക്കൂല വൈകുന്നേരം ആകുമ്പോൾ അല്ലേ. ശരിക്കും നിസ്കാരത്തിന്റെ കാര്യത്തിലായാലും ഖുർആൻ പാരായണത്തിന്റെ കാര്യത്തിലായാലും നമ്മൾ വിചാരിക്കൂലേ കുറേ ഓതണം ചൊല്ലണം എന്നെല്ലാം വിചാരിച്ചിട്ട് എണീച്ചിട്ട് നല്ല ഇതിലായിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ക്ഷീണം, അലസത, മടി, കുറച്ച് കേട്ട് അത് കേട്ട് ഇത് കേട്ട് എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ ആ ദിവസം അങ്ങ് കഴിഞ്ഞു പോകും അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളെപ്പോഴും നമ്മളെ ഈമാനിനെ സ്ട്രോങ് ആക്കുന്ന, ഈമാനി ചാർജ് ചെയ്യുന്ന ഇങ്ങനെയുള്ള സദസ്സുകൾ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹുവിന്റെ കലാമ് പറയുന്ന അള്ളാന്റെ കലാം പഠിക്കാൻ. പിന്നെ റംലാൻ കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും ഖുർആൻ വിട്ടുകളഞ്ഞ, ഖുർആൻ ഓതലൊക്കെ നിർത്തിയ, അങ്ങനെ ആരും ചെയ്യല്ലേ. നമ്മളെ റമലാൻ, നമ്മുടെ ഖുർആൻ പാരായണം, നമ്മുടെ നിസ്കാരം, നമ്മുടെ ഇബാദത്തുകൾ എല്ലാം അള്ളാഹു സ്വീകരിച്ചിനോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ നമുക്കത് തുടർന്നും ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരും ആ ഒരു കാര്യത്തിലും നല്ല ശ്രദ്ധ കൊണ്ടുവരാം. നമ്മൾക്കതിലൊരു വീഴ്ച വന്നു പോകാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
അപ്പം നമ്മളിപ്പോൾ സൂറത്ത് ആലിമ്രാൻ പുതിയ ആയത്ത് എടുക്കുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ച് പിന്നെ ഓരോരുത്തരെയും സ്വാധീനം ചെലുത്തിയ ആയത്തുകളെ പറയിപ്പിക്കാം. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ജസാക്കുമുല്ലാ ഖൈർ. കുറേ ആൾക്കാർക്ക് പറയാൻ മടിയായിട്ട് മിണ്ടാതെ മാറി നിന്നു. ചിലരൊക്കെ എന്താണ് ഏതാണെന്ന് അറിയാതെ ഒന്നും മിണ്ടാതിരുന്നു. അങ്ങനെ പലരും പല വിധത്തിലുണ്ടാവുമല്ലോ ഈ ഗ്രൂപ്പിൽ. അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാവരും ആ ഒരു ഒരേ ലെവലിൽ ഇങ്ങനെ പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നല്ലതാണ് അല്ലേ? നല്ലതായൊരവസ്ഥയിൽ ഖുർആൻ ഇങ്ങനെ തദബ്ബുർ ചെയ്തുകൊണ്ട് തന്നെ അതിന് ഉറ്റാലോചനയോടുകൂടി മനസ്സിരുത്തി അത് മനസ്സിലാക്കി ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നല്ലതാ അല്ലേ? അപ്പം ഞാനിങ്ങനെ ആലി ഇമ്രാൻ നമ്മൾ തുടക്കം മുതൽ കുറച്ച് ആയത്തുകൾ ഞാൻ നിങ്ങൾക്ക് ഒന്നിങ്ങനെ ഓടിച്ച് വിട്ട് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിപ്പിച്ചതും തന്നെ, എന്നാലും ഒന്ന് ഓടിച്ചു വിടാം. എന്നിട്ട് അടുത്ത ആഴ്ച മുതൽ നമുക്ക് കൃത്യമായി ബാക്കിയുള്ള ആയത്തുകൾ ഫോളോ അപ്പ് ചെയ്തിട്ട് പഠിക്കാം. അള്ളാഹു എല്ലാവർക്കും അള്ളാഹു എളുപ്പം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അതായത് നമുക്കില്ലേ ഈ ഖുർആനുമായിട്ടെല്ലാം നല്ലൊരു ബന്ധം സ്ഥാപിച്ച് കൊണ്ടുപോകാനുള്ള ഒരേ ഒരു ഉപാധി എന്താണെന്നറിയോ? നിങ്ങൾ ഖുർആൻ പഠിക്കാൻ ഇറങ്ങണം. ജസ്റ്റ് മീനിങ് മാത്രമല്ല, ഹിഫ്ള് എന്ന് പറയുന്നതില്ലേ അതൊരു സംഭവം. അത് പഠിക്കുന്ന ഓരോരുത്തർക്കും ഇവിടെ ഇപ്പം ഇത് കേൾക്കുന്ന ഞാൻ ഈ കേൾക്കുന്നതിൽ പഠിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവും. ഹിഫ്ള് പഠിക്കുന്നത് ശരിക്കും അതൊരു സംഭവം തന്നെയാണ് അല്ലേ? കാരണം എന്താ അറിയോ, നമ്മളൊരായത്ത് മനപ്പാടാക്കണമെങ്കിൽ എത്ര പ്രാവശ്യം അത് ഓതണം എന്നറിയോ? അത് ഓതി ആ അർത്ഥം മനസ്സിലാക്കി അത് ഓതുമ്പോൾ ഇല്ലേ അത് വേറെ തന്നെ ഒരു ഫീലിംഗാണ് അല്ലേ? അത് നമ്മൾ കാണാണ്ട് പഠിച്ചിട്ട് നമുക്കൊന്നിങ്ങനെ കാണാണ്ടൊന്ന് ഓതാൻ കിട്ടാന്ന് പറയുമ്പോൾ എന്തൊരു സന്തോഷമുള്ള കാര്യമാണെന്നല്ലേ? നമ്മളപ്പോൾ നല്ലൊരു ബന്ധം ഇങ്ങനെ ഖുർആനുമായിട്ട് നേരെ മറിച്ച് ഇപ്പോൾ നമ്മൾ ഖുർആനൊന്നും പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഓത്തുകാർ മാത്രമായിരിക്കും അല്ലേ? അതിപ്പോൾ എപ്പോഴും മഗ്‌രിബിന് ശേഷം ചിലപ്പോൾ എല്ലാവരും കുറച്ച് സമയം ഓതുമായിരിക്കും, അല്ലെങ്കിൽ ചില ആൾക്കാർ സുബഹിക്ക് ശേഷമായിരിക്കും. അല്ലാതെ ഏതെങ്കിലും സമയത്ത് നമ്മൾ റമളാൻ അല്ലാത്തപ്പോൾ ഖുർആൻ ഓതുന്ന ഒരു ശീലം പൊതുവേ കുറവായിരിക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ളുഹർ കഴിഞ്ഞാൽ അസ്ർ കഴിഞ്ഞാലൊന്നും ഖുർആൻ എടുത്ത് ഓതാന്നുള്ള ഒരു സിസ്റ്റം പലരിലും ഇല്ലാത്തതാണ്. നേരെ മറിച്ച് നമ്മൾ ഖുർആൻ പഠിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, നമുക്ക് ഹിഫ്ള് ചെയ്യാൻ തുടങ്ങിയാലുണ്ടല്ലോ, ഹിഫ്ള് കണ്ടിന്യൂസ് നമുക്ക് കൊണ്ടുപോകണമെന്നുള്ള ആ ഒരു അത്യാഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ സമയം കിട്ടുന്ന അന്നേരം ആ ആയത്തൊന്ന് നോക്കാമെന്ന് വിചാരിക്കും. നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ പോലും നമ്മൾ വിചാരിക്കും ആ മുസാഫ് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരായത്തെങ്കിലും അത് നോക്കാം. നമ്മളിങ്ങനെ ഓതി നോക്കൂ, അന്നേരം കിട്ടുന്നില്ല, അന്നേരം മുസാഫ് എടുത്ത് വന്നിട്ട് ഒന്നും കൂടി നോക്കി, അല്ലെങ്കിൽ ഒരു മൊബൈലിൽ ഖുർആൻ ആപ്പ് എടുത്തിട്ട് അത് പാരായണം ചെയ്ത് അത് അവിടെ പ്ലേ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ കൂടെ ഓതി. അങ്ങനെ നമ്മളെന്താണെന്ന് പറയുക, ഒരു ബന്ധം ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു ഇതുണ്ടാവും. അത് ശരിക്കും നമ്മൾ ഖുർആൻ ഒരു പഠിതാവാകുമ്പോഴാണ് ഈ ഒരു ആസ്വാദനം കിട്ടുക. ഞാൻ ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ഇപ്പോൾ ഒരുപാട് വർഷമായിട്ട് ഖുർആൻ്റെ പഠിതാവാണ് ഞാൻ. നിങ്ങൾക്കൊരു ടീച്ചറാണ്, നിങ്ങളെ മുമ്പിൽ ഞാനൊരു ഖുർആൻ ക്ലാസ് എടുക്കുന്ന ഒരു ഹസീന ടീച്ചറാണെങ്കിലും എനിക്കെപ്പോഴും റബ്ബിൻ്റെ മുമ്പിൽ ഒരു ഖുർആൻ പഠിക്കുന്ന, ഒരു എളിമയോടെ ഖുർആൻ പഠിക്കുന്ന ഒരു പഠിതാവായിട്ട് അള്ളാഹിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു പ്രിയപ്പെട്ട ഒരു അടിമയായിട്ട് ഇങ്ങനെ ജീവിക്കാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ ക്ലാസ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നതന്നെ എന്തിനാണെന്നറിയാം, ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അതൊരു സ്വാർത്ഥതയായി പോകുമെന്ന് എനിക്കറിയില്ല. അത്രയും ഞാൻ ഓരോ ആയത്തുകളും ഇങ്ങനെ തഫ്സീറെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തിനറിയാം, എനിക്ക് എൻ്റെ മനസ്സിൽ അത് തറച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ എനിക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ചിട്ടാണ്. എനിക്ക് പഠിപ്പിക്കാൻ ഞാൻ ഒരു ടീച്ചറായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങുന്ന സമയത്തുണ്ടല്ലോ, എനിക്കൊന്നും അറിയില്ല, വെറുതെ ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു കഴിവല്ല തന്നിട്ടുണ്ടായി, പ്രസംഗിക്കാനുള്ള ഒരു കഴിവല്ല തന്നിട്ടുണ്ടായി. ആ കഴിവും വെച്ചിട്ട് ഇങ്ങനെ വിലസുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ജീവിതത്തിൽ അമല്യ ഒന്നുമില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരു ബിഗ് സീറോ ആയിട്ട് ജീവിച്ച ഒരു കാലഘട്ടം, സുബ്ഹാനല്ലാഹ്. പക്ഷേ ഇങ്ങനെ പഠിപ്പിച്ച് ക്ലാസ് എടുത്ത് ഓരോ ക്ലാസ് എടുത്തു തരാൻ വേണ്ടിയിട്ട് എന്താക്കും, മെനക്കെട്ട് ചില ക്ലാസ്സുകൾ കേൾക്കും, എഴുതിയെടുക്കും, ഓരോ പോയിന്റ് നോക്കും, അമാനി തഫ്സീർ വായിക്കും, വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം വായിച്ച് എഴുതിയെടുത്ത് അങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഠിക്കും. അങ്ങനെ പഠിച്ചപ്പോഴാണ് ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ പഠിച്ചത്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിവ് ലഭിച്ചത്. ഒരുപാട് വിഷയങ്ങളിൽ നിങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർ ഓരോ വിഷയത്തിൽ സംശയം ചോദിക്കും. സുബ്ഹാനല്ലാഹ്, എനിക്കുണ്ടായി ഇതറിയുന്നു. എനിക്ക് പൊതുവേ ഇങ്ങനെ ഓരോ ആൾക്കാർ ചോദ്യം ചോദിച്ചാൽ എനിക്ക് അതിൻ്റെ ഉത്തരം കിട്ടുകയില്ല. അപ്പം ഞാൻ എന്താക്കും, വേറെ ആൾക്കാരോട് ചോദിക്കും. അങ്ങനെ ചോദിച്ച് അൽഹംദുലില്ലാ കുറേ കാര്യങ്ങൾക്ക് അറിവ് ലഭിച്ച അൽഹംദുലില്ലാ. എല്ലാം ഈ പഠനവുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുമ്പോഴാണ് ആ ഒരു സൗഭാഗ്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത്, നിർബന്ധമായിട്ടും നിങ്ങൾ ഓരോരുത്തരും
ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ചേർന്നിട്ട് ഖുർആൻ പഠിക്കണം. ഇഷ്ടം പോലെ അവസരമുണ്ട്. ഫീസ് കൊടുത്തിട്ടും ഫീസ് കൊടുക്കാണ്ടും. കഴിയുമെങ്കിൽ ഫീസ് കൊടുത്തിട്ട് പഠിക്കുന്നതിൽ തന്നെ പഠിച്ചോ. എന്താ അറിയോ, നമ്മളെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ഇളകുമ്പില്ലേ നമുക്ക് കുറച്ച് വില ഉണ്ടാവും. ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന കോഴ്സിൽ നമ്മൾ എന്താക്കും അറിയോ, കുറച്ച് നാൾ നല്ല തക്കവയും ഈമാനും ഇതെല്ലാം ഉണ്ടാകുമ്പോൾ നല്ല ഇങ്ങനെ ആവേശത്തിൽ പഠിക്കുവേ. എന്നിട്ട് പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് കുറച്ച് ഭാരം പോലെ തോന്നും. പിന്നെ നമുക്ക് തിരക്ക് വരും, പിന്നെ നമുക്ക് കഴിയാണ്ടാകും. നമ്മൾ കുറേ അസൗകര്യങ്ങൾ നമ്മളെ മുമ്പിൽ പിശാചിട്ട് തരും. അന്നേരം നമ്മൾ മെല്ലെ എന്താക്കും, അത് ഒഴിവാക്കും. നേരെ മറിച്ച് നമ്മൾ ഫീസെല്ലാം അടച്ചിട്ട് നമ്മൾ കുറച്ച് പൈസ എല്ലാം കൊടുത്ത് ചിലവാക്കിയിട്ട് ചെയ്യുന്നതല്ലേ, അല്ല അതിനൊരു വാല്യൂ നമുക്ക് എപ്പോൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഫീസെല്ലാം കൊടുത്തിട്ട് പഠിക്കുന്ന അക്കാഡമികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ വില ഉണ്ടാണ്ട് കളയുന്ന ഒരവസ്ഥ ആവണ്ട എന്ന് വിചാരിച്ച് പറയുന്നതാണ്. ഈ ഫ്രീ ആയിട്ട് കിട്ടിയാലും അതിൻ്റെതായ വാല്യൂ കൊടുക്കുന്ന നല്ല ഒരുപാട് സഹോദരിമാരെ നമ്മളെ ചുറ്റിലുണ്ട്. മാഷാ അല്ലാ മാഷാ അല്ലാ. നമ്മൾ ഇതുവരെ ഖുർആൻ ഹിഫ്ളും കാര്യങ്ങളും ഒരു ഫീസും വാങ്ങാതെ ഒരു ഫീസും കൊടുക്കാതെ തന്നെ നമ്മൾ പഠിച്ചത്. അതിന് അത്രയും വില കൽപ്പിച്ചിട്ട് എന്ത് തിരക്ക്, എവിടെ ആയാലും പഠിക്കാനും ഓതാനും ഗ്രൂപ്പിൽ ഓതിയിടേണ്ടത് ഓതിയിടാനും എല്ലാം മെനക്കിടുന്ന നല്ല ഒരു കൂട്ടം, നല്ലൊരു എന്താ പറയുക, ഒരു കൂട്ടായ്മ തന്നെ ഉണ്ട് നമുക്ക്. മാഷാ അല്ലാ അൽഹംദുലില്ലാ. അള്ളാഹു നിലനിർത്തി തരട്ടെ, നിലനിർത്തി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതെല്ലാം പറയുന്നത് എന്തിനറിയോ, ഇതുവരെ പഠിക്കാൻ തുടങ്ങാത്ത അല്ലെങ്കിൽ പഠിച്ച് തുടങ്ങിയിട്ട് പാതി വഴിക്ക് നിർത്തിയിട്ട് പോയ എല്ലാവരും എന്താകണം, ഉണർന്നെഴുന്നേൽക്കണം. ഇതിനു വേണ്ടി ഈ രംഗത്തിറങ്ങണം. പ്രായം നമ്മളൊക്കെ വയസ്സായില്ല മോളെ, ഇനി അപ്പം പഠിക്കാൻ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. എൻ്റെ കൂടെ എൻ്റെ പേരായിട്ട് എനിക്കിപ്പോൾ ഓതി തരുന്ന ഫാത്തിമ മാഷാ അല്ലാ 68 വയസ്സ്, 58 വയസ്സ്, 65 വയസ്സ്, ഇങ്ങനെ ഓരോ ഏജിലുള്ള ആൾക്കാരുണ്ട് പഠിക്കാൻ. ഇപ്പോഴും 70, 75 വയസ്സായിട്ടും 80 വയസ്സായിട്ടും ഖുർആൻ പഠിക്കുന്ന എത്ര ഉമ്മമാരുണ്ട്, ഉമ്മാമ്മമാരുണ്ട് എന്നറിയോ. മാഷാ അല്ലാ. അള്ളാഹു അവർക്കൊക്കെ നിലനിർത്തി കൊടുക്കട്ടെ. അവരുടെ ആവേശവും അതിനോടുള്ള ഒരു ഇതെല്ലാം കാണുമ്പോൾ ഇല്ലേ ഭയങ്കര സന്തോഷം. അവരെല്ലാം ഇങ്ങനെ ഓതിത്തരുമ്പോൾ കേൾക്കാൻ എന്തൊരു ഇഷ്ടമാണെന്നറിയോ. കാരണം ഈ പ്രായത്തിലും അവർക്ക് പഠിക്കാനുള്ള ഒരു ആവേശം, ഇതൊക്കെ നമ്മളെ ഈ ഫീൽഡിൽ നിലനിർത്തി കൊണ്ടുപോകുന്ന വലിയ ഘടകങ്ങളാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഖുർആനിൻ്റെ പഠിതാക്കളാകണം. ഏതെങ്കിലും ഒരു സൂറത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ സൂറത്തുൽ കഹ്ഫിൻ്റെ ഗ്രൂപ്പ് അങ്ങനെ ഗ്രൂപ്പ് ലിങ്ക് കണ്ടിട്ടുണ്ടായിരുന്നു, അമജൂസിൻ്റെ ഗ്രൂപ്പിൽ. അങ്ങനെ പല തരത്തിലുള്ള ഗ്രൂപ്പും അക്കാഡമികളും കുറേ ഞാൻ തന്നെ ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതല്ലാതെയും പല ഗ്രൂപ്പുകളിലായിട്ടും പല ഇതും വരുന്നുണ്ട് ഖുർആൻ പഠിക്കാൻ നിങ്ങൾക്ക് അവസരം. അപ്പോൾ ഏതിലെങ്കിലും ഒന്നിൽ നമ്മൾ എന്താക്കുക, ചേരുക, നിലനിർത്തി കൊണ്ടുപോകാൻ പരിശ്രമിക്കുക. ഇസ്തിഖാമത്തിന് വേണ്ടിയിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യുക. അല്ലേ, സിറാത്തൽ മുസ്തഖീമിൽ ഇസ്തിഖാമത്തോടു കൂടി നമുക്ക് നിൽക്കാൻ കഴിയണം, സബാത്തോട് കൂടിയിട്ട്. അല്ലേ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അള്ളാഹു നിൻ്റെ ദീനിൽ ഞങ്ങൾ നീ അടിയുറച്ച് നിർത്തി തരണേന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ നമ്മൾ തുടർന്നും പോകാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാം. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലേ, നമുക്ക് പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, തുടക്കക്കാർ ആണെങ്കിൽ നമ്മൾ ആവേശം കൊണ്ട് എന്താക്കുന്നറിയോ, അതിലും ചേർന്ന് ഇതിലും ചേർന്ന് എല്ലാ ഗ്രൂപ്പിലും ചേർന്നിട്ട് പഠിക്കാൻ ഇറങ്ങും. ആവേശം നമുക്ക് തലക്ക് പിടിച്ച അങ്ങനെയാണല്ലോ. അപ്പം നമ്മൾ ഭയങ്കര ഈമാനിരിക്കുവേ. എന്നിട്ട് എന്താവും, അതും നടക്കൂല ഇതും നടക്കൂല, ഒന്നും നടക്കാത്ത അവസ്ഥയാകുമ്പോൾ മതിയാവും, ഇതൊന്നും നമുക്ക് പറഞ്ഞ പണിയല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിൽ നിന്നും ഒഴിവായിട്ട് അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. അതിലും നിങ്ങൾ പെട്ടുപോകാൻ പാടില്ല. ഏതെങ്കിലും ഒന്ന് നല്ല വൃത്തിക്ക് കൊണ്ടുപോകാം. എല്ലാം ചിലപ്പോൾ കഴിയുന്നവരുണ്ടാവും, അങ്ങനെയുള്ളവർ എല്ലാം ചെയ്തോ. എല്ലാം കൂടി മാനേജ് ചെയ്യാൻ കഴിയില്ല. ഏതെങ്കിലും ഒന്ന്, അത് എല്ലാവർക്കും ഒരേപോലത്തെ കഴിവല്ല അല്ലേ. അപ്പോൾ അതൊന്ന് ഏതെങ്കിലും ഒന്ന് നല്ല റാഹത്തിൽ പഠനം എന്താ പറയുക, പാതി വഴിക്കൊന്നും നിർത്തിപ്പോകാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആരും എവിടെയും സ്റ്റോപ്പായി പോകാൻ പാടില്ല. അള്ളാഹിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ മരണം വരെ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ, അതെന്തില്ല, അത് പിന്നോട്ടില്ല. അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കണം. എന്ത് സാഹചര്യം നമ്മളെ മുമ്പിൽ തടസ്സമായിട്ട് വന്നാലും ഖുർആനിൻ്റെ വിഷയത്തിൽ, ദീനിൻ്റെ വിഷയത്തിൽ നമ്മളെ മുന്നോട്ട് വെച്ച കാല് അത് മുന്നോട്ട് തന്നെ, അതെന്തില്ല, പിന്നോട്ടില്ല. നമുക്ക് മുന്നോട്ട് തന്നെ പോകണം. അള്ളാഹിൻ്റെ സ്വർഗം വാഗ്ദാനം ചെയ്ത ആ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസ്, അള്ളാഹു സുബ്ഹാനഹു വ തആല കാണൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയൽ, ഇതൊക്കെ നമുക്ക് സാധിക്കണമെങ്കിൽ നല്ല പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അപ്പം നമ്മൾ മുന്നോട്ട് വെച്ച കാല് അത് മുന്നോട്ടേക്ക് തന്നെ പോവുക. നന്മകളിൽ സാബിഖൂ
ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. അല്ലേ? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പാപമോചനത്തിലേക്കും അവൻ്റെ സ്വർഗത്തിലേക്കും അവൻ്റെ കാരുണ്യത്തിലേക്കും നമ്മൾ എന്താക്കുക? മത്സരിച്ച് മുന്നേറാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പം ആലു ഇമ്രാൻ ഞാൻ 1-2 ആയത്തുകൾ പറയാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് കുറേ സമയമായിപ്പോയി. എന്നാലും ഒന്നിങ്ങനെ ഓടിച്ചു വിടാം നമുക്ക്. നമ്മൾ തുടക്കത്തിൽ ആദ്യത്തെ പേജിൽ അള്ളാഹു സുബ്ഹാനഹു തആല വറാസിഖൂന ഫിൽ ഇൽമ് പറയുന്നുണ്ട് അല്ലേ? അറിവിൽ അടിയുറച്ച ആളുകൾ അവർ പറയും എന്ത്? എല്ലാം റബ്ബിൻ്റെ അടുക്കൽ എന്നുള്ളതാണ്. അവരുടെ പ്രാർത്ഥനയാണെന്ത്? റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന. അല്ലേ? അള്ളാഹു ഹിദായത്തിൽ തന്നതിന് ശേഷം ഞങ്ങളെ നീ വഴികേടിലാക്കല്ലേ. അപ്പം നമ്മളും അറിവിൽ അടിയുറച്ചു നിൽക്കുന്നവരാകണം. പിന്നെ നമ്മൾ കണ്ടത് എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ സഹായം ഇറങ്ങിയത് അല്ലേ? ബദറിൽ അള്ളാഹിൻ്റെ സഹായം ഇറങ്ങിയത്. ഖദ് കാന ലക്കും ആയത്തും ഫീ ഫിഅതൈനി ഇൽതഖത 13-ാമത്തെ ആയത്ത് അല്ലേ? അവിടെ അള്ളാഹുവിൻ്റെ സഹായം, വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർ അവൻ്റെ സഹായം കൊണ്ട് അള്ളാഹു എന്താക്കും? ശക്തിപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? സുബ്ഹാനല്ലാഹ്. ഇതിലൊക്കെ ചിന്തിക്കുന്ന, ബുദ്ധി കൊടുത്ത് ഉറ്റാലോചിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറയും. അപ്പോൾ ആ വിജയം ബദറിൽ അള്ളാഹു തആല വിജയിപ്പിച്ചത്, 2 കക്ഷികൾ ഏറ്റുമുട്ടി അതിൽ അള്ളാഹു വിജയം നൽകിയത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ പിന്നെ അലങ്കാരം അല്ലെ? ദുനിയാവിൻ്റെ അലങ്കാരങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞ സ്വർണം, വെള്ളി അല്ലെ? കൂമ്പാരമായി കിടക്കുന്ന അതെല്ലാം കന്നുകാലികൾ, കൃഷി, ബിസിനസ്, ഇതൊക്കെ എന്താണ്? ദുനിയാവിൻ്റെ അലങ്കാരങ്ങളാണ്. അള്ളാഹുവിൻ്റെ അടുത്തുള്ളതോ അതാണ് ഏറ്റവും നല്ലത് അല്ലേ? അത് ആർക്കാണ് അള്ളാഹു തആല ഇതിനേക്കാളൊക്കെ ഉത്തമമായത് അള്ളാഹു തആല നൽകി തയ്യാറാക്കിയിട്ടുള്ളത്? ആർക്കാന്ന് അറിയോ? അള്ളാഹു തആല പറഞ്ഞ ലില്ലദീന തഖൗ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ. അള്ളാഹുവേ അല്ലേ? റഹ്മാനായ റബ്ബേ, പരിശുദ്ധ റമളാനിൽ നീ ഞങ്ങളെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ റബ്ബേ, ആ മുത്തഖീങ്ങളായിക്കൊണ്ട് തന്നെ ഈ ശവ്വാലിലും ദുൽഖഅദിലും തുടർന്നുള്ള എല്ലാ മാസങ്ങളിലും മരണം വരെ ജീവിക്കാൻ ഞങ്ങൾ നീ സഹായിക്കണേ നാഥ. അങ്ങനെ മുത്തഖീങ്ങളായിട്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അല്ലെ അള്ളാഹു വാഗ്ദാനം ചെയ്ത സുബ്ഹാനല്ലാഹ് സ്വർഗം താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന അല്ലെ അള്ളാഹുവിൻ്റെ തൃപ്തി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അള്ളാഹുവിൻ്റെ മതമാണ് ഇസ്ലാം അല്ലെ? ആ മതത്തിൽ നമ്മൾ അടിയുറച്ച് നിൽക്കുക. ദുനിയാവിൻ്റെ ഐഹികമായതൊന്നും നമ്മളെ എന്താ പറയുക, പെടുത്തിക്കളയരുത്. അതിൽ പെട്ടുപോകാൻ പാടില്ല. പിന്നെ അള്ളാഹുവിനാണ് എല്ലാ അധികാരവും. അവൻ ചിലർക്ക് അള്ളാഹു അധികാരം നൽകുന്നു. 26-ാം 27-ാം ആയത്ത് നമ്മളിപ്പോൾ തുടക്കത്തിൽ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. പിന്നെ അത്തിയല്ലാഹു വഅത്തിയുർ റസൂൽ അല്ലെ? അള്ളാഹുവിനെ അവരുടെ റസൂലിനെ അനുസരിക്കുക എന്നുള്ളത്. ഇൻകുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി അല്ലെ? അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ ഇഷ്ടം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടണമെന്നും നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തിരണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു എന്താ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ റസൂലിനെ പിന്തുടരുക. ഫത്തബിഊനി അല്ലേ? അള്ളാഹുവിൻ്റെ റസൂലിനെ ഫോളോ. അപ്പോൾ സുന്നത്തിൻ്റെ കാര്യത്തിൽ എത്രത്തോളം നമ്മൾ കൃത്യത കാണിക്കണം എന്ന് അള്ളാഹു തആല പറഞ്ഞു. പിന്നെ ഇമ്രാൻ കുടുംബത്തിൻ്റെ ചരിത്രം. ഇമ്രാൻ അല്ലെ? പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ നേർച്ചയാക്കി, അവർക്കുണ്ടായ കുഞ്ഞ് പെൺകുഞ്ഞായിപ്പോയി. പക്ഷെ പള്ളിയിലേക്ക് നേർച്ചയാക്കിയതുകൊണ്ട് അവർ നേർച്ച അവിടെ വീട്ടി, അവിടെ താമസിപ്പിച്ചു. അവിടെ നിന്ന് സക്കരിയ നബി അവരുടെ പിന്നെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അവിടെ വെച്ച് മറിയം ബീവിക്ക് അള്ളാഹു തആല വിശിഷ്ടമായ ഭക്ഷണങ്ങൾ പ്രത്യേകമായിട്ട് നൽകി. അത് കണ്ടപ്പോൾ അവർ ചോദിച്ചില്ലേ, എന്താണ്? യാ മറിയമു അന്നാ ലക്കി ഹാദാ അല്ലേ? മറിയമേ, നിനക്ക് എവിടുന്ന ഇതൊക്കെ? ഹുവ മിൻ ഇൻദില്ലാ, അത് അള്ളാഹിൻ്റെ അടുത്ത് നിന്നാണ് അല്ലേ? സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകുന്ന പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മറിയം ബീവിൻ്റെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, ആ മറിയം ബീവി പോയ സ്വർഗത്തിൽ നമുക്കും പോകണ്ടേ? അവരുടെ കൂടെ നമുക്ക് അണിനിരക്കണ്ടേ? അവരുടെ കൂടെ കഴിയണ്ടേ? അവരെ കാണണ്ടേ? ഒന്ന് കെട്ടിപ്പിടിക്കണ്ടേ അല്ലേ? സുബ്ഹാനല്ലാഹ്. അള്ളാഹു അതിനൊക്കെയുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുവരെ മറിയം ബീവിനെ കാണണമെന്നും ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നും മുത്തം വെക്കണമെന്നല്ലോ?
ഇങ്ങനെ കുറേ ആൾക്കാരെ മുത്താൻ ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ ഉണ്ട്. അള്ളാഹു അതിനെല്ലാം തൗഫീഖ് നൽകട്ടെ അല്ലേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളിങ്ങനെ ഗ്രൂപ്പിൽ തന്നെ നമ്മൾ കാണാത്ത കുറേ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരില്ലേ, പറയും കണ്ടാലൊന്ന് കെട്ടിപ്പിടിച്ച് മുത്തണം. കുറേ ആൾക്കാരത് സാധിച്ചിട്ടുണ്ട് അൽഹംദുലില്ലാ. ദുനിയാവ് തന്നെ അള്ളാഹ് തന്നിട്ടുണ്ട്. ഇനി അള്ളാഹ് പരലോകത്തേക്ക് മാറ്റിവെച്ചത് അല്ലേ എല്ലാ അള്ളാഹു തരട്ടെ. നമുക്കൊക്കെ അതിനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആയിഷാനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആയിഷ പറഞ്ഞിട്ടുണ്ടായി, നമ്മളെ ഈ ഞാനും ആയിഷയും കൂടി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാനും പറഞ്ഞു, ആയിഷ ഇങ്ങനെ ഒരു അപ്പം ഞാൻ പറഞ്ഞു എന്തിനും ഏതിനും കൂടെ നിൽക്കാൻ നല്ല ചങ്ങാതിമാർ. എന്താ പറയുക, സുബ്ഹാനല്ലാഹ്, ആർക്കും ആരോടും എന്തില്ല ഒരു അസൂയയോ പകയോ ഒരു ഒന്നുമില്ല. ഞാൻ നിന്നെക്കാളും മേലെ ആകണമെന്നോ നിന്നെക്കാളും ഞാൻ മേലെ ആകണം അങ്ങനെയൊന്നും ആർക്കും ആഗ്രഹമില്ല. എല്ലാവർക്കും വേണ്ടിയിട്ട് എന്താ വേണ്ടേ ചെയ്യാൻ തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു നല്ലൊരു സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മ അല്ലേ. എന്നോട് ഒരാൾ ചോദിച്ച്, ആയിഷയെ നിങ്ങളൊക്കെ ഒരുമിച്ച് ഒരു സ്ഥലത്തുള്ളതാ? ഞാൻ പറഞ്ഞില്ല, നിങ്ങളൊരു ടീമാണെന്നല്ലേ, ഒരു ടീം വർക്കാണെന്നല്ലേ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അൽഹംദുലില്ലാഹ്, കൂടെ പിറന്നിട്ടില്ല അല്ലേ, ഒരു ഉമ്മാൻ്റെ വയറ്റിൽ ജനിച്ചവരല്ല നമ്മൾ ആരും. പക്ഷെ എന്തൊരു സ്നേഹമാണ് നമുക്ക് എല്ലാവർക്കും. ഈ ഗ്രൂപ്പിലുള്ള ഓരോ മെമ്പേഴ്സും പരസ്പരം കാണിക്കുന്ന ഒരു സ്നേഹവും ഇഷ്ടവും അള്ളാഹു അതിന് പകരം അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വേറെ ദുനിയാവിൻ്റെ ഒന്നും ആഗ്രഹിച്ചിട്ടല്ലല്ലോ സ്നേഹിക്കുന്നത്. അപ്പോൾ ആയിഷ പറഞ്ഞ്, ശരിക്കും പഠിച്ചോനെ നമ്മളെങ്ങനെ വേറെ വേറെ സ്ഥലത്താക്കിയത്, അല്ലെങ്കിൽ ദുനിയാവിന് ചിലപ്പോൾ സ്വർഗ്ഗമായി പോകും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടിരിക്കും അല്ല നമ്മളെ ഹസീനെ കണ്ണൂരും ഞാൻ കോഴിക്കോടും മറ്റേ മലപ്പുറം ഓരോരോ ആൾക്കാരെ ഓരോ ഭാഗത്ത് ഓരോ ജില്ലകളിൽ പാലക്കാടും അങ്ങനെ അങ്ങനെ അള്ളാഹു തആല ആക്കിയത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. സുബ്ഹാനല്ലാഹ് അല്ലേ. നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചാണെങ്കിൽ എന്തോ ഒരു, പക്ഷെ നമുക്ക് പറയാൻ പറ്റൂല അല്ലേ. റബ്ബ് ഓരോന്നിനും അതിൻ്റെതായ ഓരോ കാര്യങ്ങളുണ്ടല്ലോ. എന്തായാലും അള്ളാഹു ഈ ഒരു കൂട്ടായ്മ, ഈ സ്നേഹത്തോടെ ദീനിൻ്റെ പേരിലുള്ള ഈ ഒരു സൗഹാർദ്ദം അള്ളാഹു നമുക്കൊക്കെ മരണം വരെയും നാളെ പരലോകത്ത് സ്വർഗത്തിൽ വരെ അള്ളാഹു തആല എത്തിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ മറിയം ബീവിൻ്റെ അങ്ങനെ കഴിഞ്ഞു. ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചു അല്ലേ. ഈസാ അലൈഹിസ്സലാം ജനിക്കുന്നതിന് മുമ്പ് സക്കരിയ നബിക്ക് യഹ്യാ നബി അലൈഹിസ്സലാമിനെ നൽകി. അതൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. അതൊക്കെ നമ്മൾ മനസ്സിൽ ഓർക്കണം. സക്കരിയ നബി വയസ്സായിട്ട് പ്രാർത്ഥിക്കുന്നു അല്ലേ. മറിയം ബീവിക്ക് അള്ളാഹ് വിശിഷ്ടമായ ഭക്ഷണം കൊടുത്തപ്പോൾ സക്കരിയ നബി വയസ്സനായി പറയുന്നില്ലേ, എന്താണ്, വഖദ് ബലഗനിയൽ കിബർ, ഞാൻ അങ്ങ് വാർദ്ധക്യത്തിലെത്തിയല്ലോ, എൻ്റെ ഭാര്യയാണെങ്കിൽ മച്ചിയാണ്, പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് കുട്ടി ഉണ്ടാകാം? സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹ് എന്താ പറയുക, അള്ളാഹ് അങ്ങനെ വിചാരിച്ചാൽ അള്ളാഹ് നടക്കൂലേ, അള്ളാഹ് ഉദ്ദേശിച്ച പോലെ അള്ളാഹ് പ്രവർത്തിക്കും. സുബ്ഹാനല്ലാഹ്. അത്ര തന്നെ, അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ചോദിക്കണ്ട. അങ്ങനെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു തആല നമുക്ക് കാണിച്ചു തരണം. മറിയം ബീവിക്കോ ഒരു പുരുഷൻ സ്പർശിക്കാതെ അല്ലേ, റബ്ബി അന്നാ യകൂനുലി വലതുൻ വലം യംസസ്നി ബഷർ, ഒരു ഒരു പുരുഷൻ എന്നെ സ്പർശിക്കാതെ എങ്ങനെ എനിക്കൊരു കുട്ടി ഉണ്ടാകാം? അവർ ആശ്ചര്യത്തോട് ചോദിക്കുന്നല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു തആല എന്താ പറഞ്ഞ, അങ്ങനത്തെ കാര്യം കദാലികില്ലാഹു യഖ്ലുഖു മാ യശാ ഇദാ ഖദാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകുൻ. അത്ര തന്നെ. അള്ളാഹ് നിന്നോട് എന്ത് കുന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകും. അത്ര തന്നെ. സുബ്ഹാനല്ലാഹ്. ഒക്കെ അള്ളാഹിന്റെ കുദ്റത്തെ നമുക്ക് ഇങ്ങനെ അള്ളാഹ് കാണിച്ചു തരാണ് ഈ ആയത്തുകളിലൂടെ. അങ്ങനെ ഈസാ നബി തൊട്ടിൽ സംസാരിച്ചു അല്ലേ. പിന്നെ അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ ഒരുപാട് മുഅ്ജിസത്തുകൾ. എന്നിട്ടും പിന്നെ ചിലരെന്താക്കിയില്ല, വിശ്വസിക്കാൻ തയ്യാറായില്ല, അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി ഒരുങ്ങി. അപ്പം അള്ളാഹു തആല അല്ലെ, അവർ തന്ത്രം പ്രയോഗിച്ചു, അള്ളാഹു തന്ത്രം പ്രയോഗിച്ചു. അള്ളാഹു ഈസാ നബിനെ എന്താക്കി, ആകാശത്തേക്ക് ഉയർത്തി അല്ലേ. 55-ാമത്തെ ആയത്തിൽ അതാ പറയുന്നത് അല്ലേ, ഇത് ഖാല അല്ലാഹു യാ ഈസാ ഇന്നി മുതവഫീക വറാഫിഉക ഇലയ്യ. സുബ്ഹാനല്ലാഹ്. അതൊരു വലിയൊരു ദൃഷ്ടാന്തമാണ് അല്ലേ. ഈസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു തആല മരിപ്പിക്കാതെ ആകാശത്തേക്ക് ഉയർത്തേ ചെയ്തത്. ഇനി അവസാനം ഈസാ നബി വരും അല്ലേ, അത് നമ്മളെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. സുബ്ഹാനല്ലാഹ്. അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കില്ലേ, ഈസാ നബി വരുന്നതും ദജ്ജാലിന്റെ ആ ഫിത്ന, ദജ്ജാലിനെ പിന്നെ കൊല്ലുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അങ്ങനൊരു അത് കഴിഞ്ഞ് പിന്നെ ഈസാ നബീൻ്റെ സംഭവം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താ പറഞ്ഞു തരുന്നത്, ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് വിഷയങ്ങൾ വരുന്നു. പിന്നെ വേദക്കാരോട് ഓരോ കാര്യങ്ങൾ പറയുന്നല്ലേ, എന്തിനാ നിങ്ങളിങ്ങനെ തർക്കിക്കുന്നേ, നിങ്ങൾ ഒരേ ഒരു ഈ അള്ളാഹുവിൻ്റെ ഈ ഏകത്വത്തിലേക്ക് വാ,
അല്ലേ? അള്ളാഹു അല്ലാതെ വേറൊരു ഇലാഹില്ല. നിങ്ങൾ ഇബ്രാഹിമിനെ എന്താക്കണ്ട, യഹൂദി നസ്രാനി ഒന്നും ആക്കണ്ട. ഇബ്രാഹിം യഹൂദി നസ്രാനി ഒന്നല്ല. അല്ലേ? ഇബ്രാഹിം ആരാന്ന്? കാന ഹനീഫൻ മുസ്ലിമൻ. അതാണ് നമ്മൾ ഓരോരുത്തരും ആവേണ്ടത്, അല്ലേ? അങ്ങനെ കുറേ കാര്യങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാര്യങ്ങൾ പറഞ്ഞു. യാ ഹലൽ കിതാബ്, യാ ഹലൽ കിതാബ് എന്നിട്ട് അള്ളാഹു വേദക്കാരെ വിളിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അല്ലേ? എന്തിനാണ് നിങ്ങൾ ലീമ തൽബിസൂനൽ ഹഖ ബിൽ ബാത്തിൽ, സത്യവും അസത്യവും എന്തിനാ കൂട്ടിക്കലർത്തുന്നത്, അല്ലേ? സത്യം എന്തിനാ മറച്ചു വെക്കുന്നത്? നിങ്ങൾ അറിഞ്ഞിരിക്കെ, കാര്യങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ അസത്യവുമായി കൂട്ടിക്കലർത്തി മറച്ചു വെക്കുന്നത്? അതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു തആല ഒരു കാര്യം പറയുന്നുണ്ട്, അല്ലേ? ഖുൽ ഇന്നൽ ഫദ്ല ബിയദില്ലാഹി യുഅ്തീഹി മൻ യശാ വല്ലാഹു വാസിഉൻ അലീം. 73-ാമത്തെ ആയത്ത്, 73-ാമത്തെ ആയത്തിന്റെ ഇതിൽ പറയുന്ന അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഫദ്ല് നൽകുന്നു. അള്ളാന്റെ അടുത്താ ഉള്ളത് ഫദ്ല്. അള്ളാന്റെ അടുത്താ ഉള്ളത്, അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നു. അള്ളാഹു ഏറെ ഔദാര്യവാനാണ്. എന്നാൽ അള്ളാഹു തആല പറയുന്നു യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ ദുൽ ഫദ്ലിൽ അദീം. സുബ്ഹാനല്ലാഹ്. അവന്റെ കാരുണ്യം അവൻ പ്രത്യേകമായിട്ട് ചിലർക്ക് കൊടുക്കുന്നു. അപ്പൊ ഇതെല്ലാം ആയത്ത് ഓതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുവേ, ആ പ്രത്യേകമായിട്ട് കരുണ ചെയ്യുന്ന ആളുകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ, ആ അല്ലെ, ഖാസായിട്ടുള്ള അള്ളാഹു പ്രത്യേകമായിട്ട് കാരുണ്യം ചെയ്യുന്ന ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ അതുപോലെ അള്ളാഹു തആല ആ പേജിന്റെ അവസാനം പറയുന്നുണ്ട്, അല്ലേ? വലാ യൻദുറു ഇലൈഹിം, എന്താണ്? ഉലൈക ലാ ഖലാഖ ലഹും ഫിൽ ആഖിറതി വലാ യുകല്ലിമുഹുമുല്ലാഹു വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമത്തി വലാ യുസക്കിഹിം വലഹും അദാബുൻ അലീം. ഭയങ്കരമായിട്ട് നമ്മൾ രക്ഷ ചോദിക്കേണ്ട ആയത്തുകളാണ്. എന്താ അറിയോ? അള്ളാഹുവിൻ്റെ കരാറുകളെയും അവൻ്റെ സത്യങ്ങളെയും വാഗ്ദാനങ്ങളെയും തുച്ഛമായ വിലക്ക് വിൽക്കുന്ന ആളുകൾ, അല്ലെ? തുച്ഛമായ വിലക്ക് ദുനിയാവിൻ്റെ ഐഹികമായ സാമ്പത്തികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പരലോകം വിൽക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു തആല പറയുന്നത്. അവരോട് പറയുന്നത് അവർക്ക് പരലോകത്തെ ഒരു ഓഹരിയും ഇല്ല. അള്ളാഹു അവരോട് സംസാരിക്കൂല, അള്ളാഹു അവരെ നോക്കൂല, അവരെ അള്ളാഹു സംസ്കരിക്കൂല, ശുദ്ധിയാക്കൂല. അവർക്ക് വേദനയേറെ ശിക്ഷയുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എപ്പോഴും നമ്മൾ അള്ളാഹുവിൻ്റെ രക്ഷ ചോദിക്കണം ഇങ്ങനത്തെ ആയത്തുകൾ കേൾക്കുമ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ കുറേ ഉണ്ട് ഇനിയും പറയാൻ. അള്ളാഹു തആല പറഞ്ഞില്ലേ, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്ത, അല്ലേ, വേറൊരു ദീന്, വേറൊന്നിനെ ആഗ്രഹിക്കുന്ന ഒരാൾക്കും അവരിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കൂല. അവർക്ക് പരലോകത്ത് ഒന്നും ഉണ്ടാവൂല. അവർ നഷ്ടക്കാരിൽപ്പെട്ടവരാണ്. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ മലക്കളുടെ ശാപം ലഭിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷ ചോദിക്കുക. അള്ളാഹു പാപം പുറത്തു തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്ക്? ഇല്ലല്ലദീന താബൂ മിൻ ബഅദി ദാലിക വഅസ്ലഹു. തൗബ, പശ്ചാത്തപിച്ച് മടങ്ങുകയും നിലപാടുകൾ നന്നാക്കുകയും ചെയ്തവർക്ക് അള്ളാഹു തആല പുറത്തു കൊടുക്കുന്നുണ്ട്, അല്ലേ? 89-ാമത്തെ ആയത്ത്, ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഖുർആൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ തുറന്ന് മറിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ ഇങ്ങനെ പോകാം, അല്ലേ? നിങ്ങൾക്ക് എന്താണ്, ഭൂമി നിറയെ സ്വർണ്ണം ഉണ്ടെങ്കിലും അത് പകരം നൽകാന്ന് പറഞ്ഞാലും അവിടെ എന്താകൂല, കുഫാറുകളായിക്കൊണ്ട് മരിച്ച ആളുകൾക്ക് അവരിൽ നിന്ന് അള്ളാഹു തആല ഒന്നും സ്വീകരിക്കൂല. അതുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് തന്നെ എന്താ, നല്ലവരായി ജീവിക്കുക. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങൾ ദാനം ചെയ്യുന്നത് വരെ നിങ്ങൾ പുണ്യം കരസ്ഥമാക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ഇഷ്ടപ്പെട്ടതും നല്ലതും കൊടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ അള്ളാഹു തആല നമ്മളോടായിട്ട് വിശ്വാസികളായിട്ട് വിളിച്ചു പറയുന്നുണ്ട്. എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. 102-ാമത്തെ ആയത്ത്. ഈ ആയത്ത് ആരെങ്കിലുമൊക്കെ പറയുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ ആരും പറഞ്ഞില്ല. എനിക്ക് ഭയങ്കര ഇതായിട്ട് വരുന്ന ഒരായത്താണ്. അതായത് അതിൻ്റെ തൊട്ടുമുമ്പുള്ള ആയത്തുണ്ട്, വമൻ യഅ്തസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം. 101-ാമത്തെ ആയത്ത്.
നിങ്ങൾ എങ്ങനെയാ വിശ്വസിക്കുന്നത്? നിങ്ങൾക്ക് അള്ളാഹിന്റെ ആയത്തുകൾ കേൾപ്പിച്ച് ഓതിത്തരുന്നുണ്ട്, നിങ്ങൾ റസൂലുണ്ട്, എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് കുഫാറുകളാകാൻ കഴിയുന്നത്? എന്നിട്ട് അള്ളാഹു തആല പറയുന്നത്, ആരല്ലാഹുവിനെ മുറുകെ പിടിച്ചുവോ അവൻ നേരായ പാതയിലേക്കായി. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ മുറുകെ പിടിക്കേണ്ടത് ആരെയാണ്? അള്ളാഹിനെ. അല്ലെ, നേരത്തെ ആരോ ഒരാൾ പറഞ്ഞത്, അള്ളാഹിനെ തന്നെ മുറുകെ പിടിക്കുക. ഫഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു. ഭിന്നിച്ചു പോകരുത്. അള്ളാഹുവിന്റെ കയറിൽ മുറുകെ പിടിക്കുക, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഓർമ്മിക്കുക. അള്ളാഹു രക്ഷിക്കും, നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. സുബ്ഹാനല്ലാഹ്. ഹിദായത്തിലാക്കും. അല്ലെ, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. നമ്മൾ ഉത്തമ സമൂഹമാണെന്ന് അള്ളാഹു തആല പറഞ്ഞു. നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, അള്ളാഹുൽ വിശ്വസിക്കുന്ന നല്ലൊരു സമുദായമായിട്ട് അള്ളാഹു തആല നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, നമ്മൾ ആ പറഞ്ഞ ഖൈർ ഉമ്മത്തിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക. ഖൈർ ഉമ്മത്തായിട്ട് തന്നെ ജീവിക്കാനും മരിക്കുന്നത് വരെ ഖൈർ ഉമ്മത്തായിട്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ അതിൻ്റെ ഇടയിൽ അള്ളാഹു പരലോകത്ത് മുഖങ്ങൾ വെളുത്ത നിലയിൽ കാണുന്ന ആളുകളെ കുറിച്ചും കറുത്ത ഇരുണ്ട രീതിയിൽ അള്ളാഹിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടുന്ന ആളുകളെ കുറിച്ചും പറയുന്നുണ്ടല്ലോ. അള്ളാഹു ആ വെളുത്ത് പ്രകാശിക്കുന്ന മുഖങ്ങളോട് കൂടി റബ്ബിനെ കണ്ടുമുട്ടുന്ന, അല്ലെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ആ ഒരു ഇതിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതൊക്കെ ഓരോ ആയത്തുകളും പറയാന്ന് വെച്ചാൽ ഒരുപാട് ലാസ്റ്റോട്ട് ഓരോ ആയത്തായിട്ട് പറയേണ്ടി വരും. അപ്പം ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള സമയമായി. ബാക്കി ഇനി നിങ്ങൾക്ക് കുറച്ചായത്തും കൂടിയേ ഉള്ളൂ. ഇന്നിപ്പോൾ 110, ഏകദേശം 110 ആയത്ത് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള 150 വരെയുള്ള ആയത്തുകൾ നിങ്ങൾ എന്താക്കുക, ഒന്ന് നോക്കിയിട്ട് വരാം. അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഏതെങ്കിലും ഈ അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസം നിങ്ങൾക്ക് അവസരം തരാം. ഈ വരുന്ന ഭാഗങ്ങളിലെ ആയത്തുകളൊന്ന് വായിച്ച് അതിൻ്റെ അർത്ഥം വായിച്ചിട്ട് നിങ്ങൾക്ക് ഏതായത്താണ് നിങ്ങൾക്ക് ഹൃദയസ്പർശിയായിട്ട് തോന്നിയത്, അതിൽ ഏതായത്താണ് ജീവിതത്തിൽ പകർത്തണമെന്ന് തോന്നിയത്, ഏതായത്താണ് നമുക്ക് മാറ്റം വരുത്തണമെന്ന് തോന്നിയത്, അത് നിങ്ങൾക്ക് എന്താക്കാം പറയാനുള്ള ഒരു അവസരം തരാം ഇൻഷാ അല്ലാഹ്. കാരണം ഇത് ഓടിച്ച് വിട്ട് പോകേണ്ടതല്ല. ഇനി കുറച്ച് ഇനിയും ഉള്ള ആയത്തുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക സംഭവങ്ങളാണ് ഓരോന്നും. സുബ്ഹാനല്ലാഹ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഖുർആനിനെ തദബ്ബുർ ചെയ്യുന്ന ആളുകളായിട്ട് ജീവിക്കാം. ഖുർആൻ റമളാനിൽ നമ്മൾ പാരായണക്കാരായി ഒരുപാട് ഓതി, ഇനി ഒരുപാട് ഓതണ്ടെന്നല്ല, ഓതിക്കോ, പക്ഷെ നിങ്ങൾ എന്താക്കണം, കുറച്ച് സമയം ഖുർആനിനെ പഠിക്കാനും കുറച്ച് സമയം ഖുർആൻ തദബ്ബുർ ചെയ്യാനും സമയം കണ്ടെത്തണം. അത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുക എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കൂല. ഒറ്റയ്ക്ക് ചെയ്യുന്നവരുണ്ടാകാം, വളരെ അപൂർവമായിരിക്കും. ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ഒരു ഗ്രൂപ്പിൽ ചേർന്നിട്ട് പഠിക്കുമ്പോഴില്ലേ, ഒരു ജമാഅത്തായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബർക്കത്തും ഒരു ഇതെല്ലാം ഉണ്ടാവും. പിന്നെ നമ്മൾ എന്തായാലും ചെയ്തു പോകും. മറ്റേത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാന്ന് വിചാരിക്കും. ഒറ്റയ്ക്ക് ആകുമ്പോഴാണ് ആര് പിടിക്കുക? ചെന്നായ പിടിക്കുക. അപ്പോൾ ആ ഒരു അവസ്ഥയിലായി പോകണ്ട. നമുക്ക് ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ നിന്നിട്ട് പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് നിർത്താം. അല്ലാഹു സുബ്ഹാനഹു തആല അവനിഷ്ടപ്പെട്ട നല്ല അടിയാറുകളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇരുത്തത്തെ അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ കേൾക്കാനും പറയാനും ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും മരണം വരെ നിലനിർത്താനും റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ തൗഫീഖ് പ്രദാനം ചെയ്യണേ നാഥ. ഞങ്ങളിൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പാകപ്പിഴവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മഹത്തായ ഫضل കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തഖ്വ കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ച് മരിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണേ റഹ്മാനെ. എന്തെന്ത് തിരക്കുകൾ വന്നാലും നിന്റെ ദിക്ർ കൈവിടാതെ നിന്റെ നിസ്കാരങ്ങളും ഖുർആൻ പാരായണങ്ങളും ദിക്റുകളും എല്ലാം ധാരാളമായി വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും നേരത്തെ വിട പറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നാഥാ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവരുടെയും എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും നീ സഫലീകരിച്ച് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അഅ്യുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ. റബ്ബന ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات
اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.